വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു തേങ്ങാ ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ ഒരു 10-15 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു കണക്കൊന്നുമില്ല, ഒരു 20 എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർക്കുക. അത്യാവശ്യം എരിവ് വേണം. ഞാൻ 2 എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് കഷ്ണം, നാരങ്ങയുടെ അത്രയൊന്നും ഇല്ല കേട്ടോ, കുഞ്ഞ് കഷ്ണം പുളിയും കൂടെ, വാളം പുളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് 2 പിടി മല്ലിയില ചേർക്കും. നമ്മുടെ കൈപ്പിടി എടുത്തു കഴിഞ്ഞാൽ 2 പിടി ഉണ്ടാവും. എന്നിട്ട് അത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി ഒരുപാട് നേരം വഴറ്റിയെടുക്കരുത്, ജസ്റ്റ് 1 മിനിറ്റ് അത്രയ്ക്കേ വേണ്ടുള്ളൂ. ചെറുതായിട്ട് ഇങ്ങനെ കളർ മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങ ഒരുപാട് വേണ്ട കേട്ടോ, ഒരു 1/4 കപ്പിൻ്റെ 1/2 കപ്പിൻ്റെ ഇടയിൽ അത്രേ ഉണ്ടാവുള്ളൂ. ഒരുപാട് വേണ്ട, ഒരു 4-5 ടേബിൾ സ്പൂൺ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് 1 മിനിറ്റ് അതും അത്രേ ചെയ്താൽ മതി. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് ചൂടാറുമ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളം വേണമെങ്കിൽ ഇത്തിരി ഒഴിച്ചു കൊടുത്ത് അരച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് താളിക്കാനായിട്ട് വീണ്ടും 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടാകുമ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഉഴുന്നായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കറിക്കകത്തോട് ചേർക്കാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കറിയിൽ ഞാൻ അരക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല, ഇപ്പം ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. അതിലെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഉപ്പിടുന്ന ഭാഗം വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉപ്പ് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ താളിച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മുഴുവനായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. മല്ലിയിലേൻ്റെ കുത്തലൊന്നും ഉണ്ടാവില്ല, നമ്മളിങ്ങനെ വഴറ്റിയത് കൊണ്ട് തന്നെ നല്ല ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടി ധ്യാൻസ് കണ്ണൂർ കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.